സർ ശ്രീ കെ ശിവദാസൻ നായർ, ഇവിടെ നിങ്ങളും മോദിയും എല്ലാം ഒരേ ഭാഷ്യമാണ് എന്ന് ശ്രീ രാജേഷ് പറഞ്ഞു. അതിന് അങ്ങേക്ക് മറുപടി നൽകാം. പക്ഷേ അങ്ങ് ആശ്വാസം കൊള്ളുന്നത് 4 ദിവസം കൊണ്ട് ഇത് നടയടയ്ക്കുന്നതോടെ തീരുമല്ലോ. ഇതാണോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തം? കാഴ്ചക്കാരുടെ റോളിലേക്ക് നിങ്ങൾ മാറി നിൽക്കുകയാണോ? ഈ 2 കൂട്ടർ വേദി അടക്കി ഭരിക്കുന്നു, ഞങ്ങളിതിലൊന്നുമില്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള ശക്തമായ നിലപാടെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം, നിസ്സഹായതയെന്ന് മറ്റൊരു കൂട്ടർക്കും അവകാശപ്പെടാം. അത്ര ദുർബലമാണ് ഈ അവകാശവാദത്തിൻ്റെ ആ അതിർവരമ്പ്. ഞാൻ നീട്ടുന്നില്ല. മോദി പറഞ്ഞു പാർലമെൻറ്റിൽ നിങ്ങളൊന്ന് പറയും, പത്തനംതിട്ടയിൽ അങ്ങ് പ്രതിനിധീകരിക്കുന്ന ജില്ലയിൽ മറ്റൊന്ന് പറയും എന്ന്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഗുജറാത്തിൽ എഴുന്നള്ളിക്കുമ്പോൾ ഏത് ഭക്തിധാരയിലാണ് അദ്ദേഹം എന്ന് അവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവ് പറയും, വൈഷ്ണവ ഭക്തിധാരയിലെന്ന്. മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും ശിവഭക്തനാണ്, വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും ദാ പൂണൂല് കണ്ടില്ലേ എന്ന്. മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ പറയും ഇദ്ദേഹം വന്നാലേ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്ന്. സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പലതരം അവതാരം കൊള്ളുന്ന ഒരാളായി അങ്ങയുടെ നേതാവ് മാറുന്ന കാഴ്ച നാം കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UAE വെച്ചുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചും ഒരു പുതിയ അവതാരത്തിലേക്ക് അദ്ദേഹത്തെ നിങ്ങളും എത്തിച്ചു. ആചാരങ്ങളും ഗൗരവതരമാണ്, ഞാൻ എൻ്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നില്ല, കേരളീയ ജനത തീരുമാനിക്കട്ടെ എന്ന്. പങ്കാളിത്തമില്ലാതിരിക്കുന്നത് ഉത്തരവാദിത്തമല്ല, നിരുത്തരവാദ സ്വഭാവത്തോടെയുള്ളതാണ് എന്ന് പറയാൻ കഴിയുന്ന ഒന്നിലധികം സന്ദർഭങ്ങൾ രാഹുലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കേരളത്തിൻ്റെ സംഭാവനയുമാണ് UAE കണ്ടത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നടയടച്ച് കഴിഞ്ഞ് കിട്ടാനുള്ള ആശ്വാസത്തിന് വേണ്ടിയാണോ നിങ്ങൾ നിൽക്കുന്നത്? ഇപ്പോൾ ആൻ്റണിയും പറയുന്നതാണ്, ഈ ചോരത്തിളപ്പൊന്ന് കഴിയട്ടെ, തെരഞ്ഞെടുപ്പ് വരട്ടെ, പ്രായോഗിക മതികളായവർ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ചോരത്തിളപ്പ് തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല CPM-ഉം BJP-യും എങ്കിൽ നടയടച്ചതിന് ശേഷവും ഈ നാടകം മറ്റൊരു രൂപത്തിൽ തുടരുമെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണെന്നാണോ? ഈ നടയടച്ചതിന് ശേഷവും ഈ ചോരത്തിളപ്പുമായിട്ട് ഈ നാടകം BJP-യും CPM-ഉം തുടർന്ന് നടത്തിക്കൊണ്ടേയിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഈ ചോരത്തിളപ്പിൻ്റെ ആ ഒരു ശത്രുത ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് CPM-ൻ്റെയും BJP-യുടെയും നിലനിൽപ്പിന് ആവശ്യമാണ്. ഞങ്ങൾ ആ ചോരത്തിളപ്പിൽ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ കാഴ്ചക്കാരാണ് എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ആക്ഷേപിച്ചു കൊള്ളട്ടെ. ആ ചോരത്തിളപ്പിൽ ഞങ്ങൾക്ക് പങ്കാളിത്തം വേണ്ട. ഞങ്ങൾക്ക് പങ്കാളിത്തം വേണ്ട എന്നുള്ളത് ഞങ്ങളുടെ സുദൃഢമായ തീരുമാനമാണ്. പിന്നെ ഡൽഹിയിൽ ഒരഭിപ്രായം, പത്തനംതിട്ടയിൽ മറ്റൊരഭിപ്രായം എന്നതിനേക്കാളേറെ ഡൽഹിയിൽ ഒരഭിപ്രായം, കൊല്ലത്ത് മറ്റൊരഭിപ്രായം എന്ന് പറയുന്നതായിരിക്കും കുറേ കൂടെ ശരി. കാരണം ഡൽഹിയിൽ വെച്ച് ഈ വിധി വരുന്നതിന് മുമ്പും അതിന് ശേഷവും BJP-യുടെയും RSS-ൻ്റെയും നേതാക്കൾ എടുത്ത നിലപാട് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു. അതിനുശേഷം കൊല്ലത്ത് വന്നു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി വ്യത്യസ്തമായ അഭിപ്രായം ഇവിടെ പറഞ്ഞു എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? അതുകൊണ്ട് പത്തനംതിട്ട എന്ന് പറയുന്നതിനേക്കാൾ ഭേദം ഡൽഹിയിൽ ഒന്ന്, മറ്റൊന്ന് കൊല്ലത്ത് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അവരോട് സൂചിപ്പിക്കുവാൻ ഞാൻ ഈ അവസരത്തിൽ തയ്യാറാവുകയാണ്. ഞങ്ങൾക്ക് ഈ ശബരിമലയിൽ ഈ വിധി ഉണ്ടായിക്കഴിഞ്ഞ് എടുത്ത നിലപാടുകൾ, അപ്പോൾ ഞങ്ങൾ ഈ നിലപാടെടുക്കുമ്പോൾ രാജേഷ് പലപ്പോഴും ഞങ്ങൾ RSS-ൻ്റെ സ്വരത്തിൽ പറയുന്നു, മോദിയുടെ സ്വരത്തിൽ പറയുന്നു, CPM പലപ്പോഴും പറയാറുള്ള കാര്യമായത്. CPM-നെ എതിർത്ത് കഴിഞ്ഞാൽ ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് നിശബ്ദരാക്കുന്ന ഒരു പതിവ് ശൈലി രാജേഷിനുമുണ്ട്, രാജേഷിൻ്റെ പാർട്ടിക്കുമുണ്ട്. അത് അനുസ്യൂതം അവർ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ശബരിമലയിലെ ഈ വിധി വന്നതിന് ശേഷം ഞങ്ങളെടുത്ത ഒരു നിലപാട് ഞങ്ങൾ തടയാനില്ല എന്ന് തന്നെയാണ്, ഞങ്ങൾ അക്രമമാർഗത്തിനില്ല എന്ന് തന്നെയാണ്. ശബരിമല സന്നിധാനത്തിൽ ഞങ്ങൾ ആ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ അക്രമം ഒഴിവാക്കുന്നതിന് നടപടിയെടുക്കേണ്ട ഗവൺമെൻറ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി കാണുന്നു. ഇവിടെ തില്ലങ്കേരിയെക്കുറിച്ച് പറഞ്ഞു, തില്ലങ്കേരിക്ക് മൈക്ക് കൊടുത്ത് 18-ാം പടി കയറ്റിവിട്ടത് അവിടെ പോലീസാണ്. അതിനെ ന്യായീകരിച്ചത് പിണറായി വിജയൻ അസംബ്ലിയിലാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കൂട്ടുകച്ചവടമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം.
ആ കൂട്ടുകച്ചവടം ആണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാകാത്തവൻ ഗാലറിയിലിരുന്ന് കളി കാണുകയാണ് എന്നല്ല പറയേണ്ടത്. ഞങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇത്തരത്തിലുള്ള നടപടികളെ ഞങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ എതിർപ്പ് തുടർന്ന് തന്നെ പോകും. ഞങ്ങൾക്ക് ഇവിടെ രാഹുൽ ഗാന്ധി വ്യത്യസ്തമായ നിലപാടൊന്നും എടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞു, ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഞാൻ കേരളത്തിലെ നേതാക്കളുമായി സംസാരിച്ചതിൽ നിന്ന്, അവരുടെ അഭിപ്രായം കേട്ടതിൽ നിന്ന് സമൂഹം പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ്. അതിലെന്താണ് അസാംഗത്യം? അതിലെന്താണ് കുഴപ്പം? അതുകൊണ്ട് രാഹുൽ ഗാന്ധി തെറ്റായ നിലപാടുകളൊന്നും എടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധി ശിവക്ഷേത്രത്തിൽ പോകുന്നതും രാഹുൽ ഗാന്ധി വൈഷ്ണവ ക്ഷേത്രത്തിൽ പോകുന്നതും ഒക്കെ ഏതാണ്ടൊരു അപരാധമാണ് എന്ന മട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഹിന്ദു സമൂഹത്തെ മുഴുവൻ BJPക്ക് വിട്ടുകൊടുക്കുന്ന ഇത്തരം ആർഗ്യുമെൻറ്റുകളും ആരോപണങ്ങളും BJPയെയും RSSനെയും അറിഞ്ഞോ അറിയാതെയോ വളർത്തുന്നതിന് മാത്രമേ സഹായകരമാകൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനകത്ത് കോൺഗ്രസ്സിന് വ്യക്തമായ ഒരു നിലപാടുണ്ട്. മതത്തെ സംബന്ധിച്ച്, ആചാരങ്ങളെ സംബന്ധിച്ച്, ഈ വിശ്വാസങ്ങളെ സംബന്ധിച്ച് ആ കോൺഗ്രസിൻ്റെ നിലപാട് ഈ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കുക, നിലനിർത്തുക എന്നത് തന്നെയാണ്.